ഉള്ള ടേബിൾ ആണെങ്കിലോ? ആദ്യത്തെ ടേബിൾ നെയിം ആഡ് പ്രൈമറി ഏതാണ് കോളം നെയിം. ഓക്കെ. അപ്പോൾ ഇന്നാണ് നമ്മുടെ MySQLന്റെ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഹസ്ന ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹസ്ന പറഞ്ഞേ, എങ്ങനെയാണ് ഒരു കോളം അപ്ഡേറ്റ് ചെയ്യുന്നത്? പുതിയതായിട്ട് ഒരു കോളം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഹസ്ന, ഷഹന, എങ്ങനെയാണ് പുതിയതായിട്ട് ഒരു കോളം ആഡ് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ഓൾറെഡി ആ കോളം ആഡ് ചെയ്തതിന് ശേഷം ആ കോളത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻസേർട്ട് ഇൻറ്റു കൊടുത്തിട്ടാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ പറഞ്ഞു തന്നെ? ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോളം ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത കോളത്തിലേക്ക് എങ്ങനെയാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഇൻസേർട്ട് യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? ആ പറയൂ, ആ ക്വറി പറയൂ. ഓക്കെ. ഓർക്കുന്ന ഒരാൾ പറഞ്ഞേ, TP ദേവപ്രയാഗ് പറഞ്ഞേ. അതായത് ഓൾറെഡി നമ്മളൊരു കോളം ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്? അപ്ഡേറ്റ്. ബാക്കി പറയൂ. വാല്യൂ ടു കോളം നെയിം. ഓക്കെ ഓക്കെ. അങ്ങനെ തന്നെയാണോ ആദർശ്? കറക്റ്റ് ആണോ പറഞ്ഞത്? കേട്ടില്ല. ടേബിൾ നെയിം സെറ്റ് വാല്യൂ ഈക്വൽ ടു വാല്യൂ എന്നാണ് ആദർശ് പറഞ്ഞത്. അത് കറക്റ്റ് ആണോ? Update table name. Update table name set വാല്യൂ സെറ്റ് പേജ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത ടേബിൾ കോളംസിന്റെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ ടാസ്ക് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്തതുപോലെ തന്നെ ഒരു ടാസ്ക് നോക്കിയിടും. അപ്പൊ ആ ടാസ്കിൽ ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ആ ഹോസ്പിറ്റൽ ടിവിയിലേക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പേഷ്യൻസ്, ഡോക്ടർ, അപ്പോയിന്റ്മെന്റ് അങ്ങനെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ജോയിൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടേബിൾസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പൊ മെയിൻലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ജോയിൻ ആണ് പഠിക്കാനുള്ളത്. ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ. ഈ ഔട്ടർ ജോയിൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആൻഡ് റൈറ്റ് ഔട്ടർ ജോയിൻ. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ജോയിൻ ആണ് ഇന്നർ ആൻഡ് ഔട്ടർ ജോയിൻ. ഔട്ടർ ജോയിൻ തന്നെ രണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, പിന്നെ ഒന്ന് റൈറ്റ് ഔട്ടർ ജോയിൻ. ഓക്കെ, ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാല് ഈ രണ്ട് ടേബിൾസ് തമ്മിൽ കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് റിട്ടേൺ ചെയ്തെടുക്കാനാണ് ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നത്. ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിന്റെ വാല്യൂ പ്ലസ് റൈറ്റ് സൈഡിൽ ജോയിൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. റൈറ്റ് ടേബിളിലെ എല്ലാ വാല്യൂസ് പ്ലസ് ലെഫ്റ്റ് ടേബിളിൽ നിന്ന് ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു ഡേറ്റാബേസ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ടേബിൾ ഞാൻ എടുക്കുവാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. ഇതാണ് നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ടേബിളും ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിൾ തമ്മിലാണ് ഞാൻ ജോയിൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ആണ് ഫീ എന്ന് പറയുന്ന ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫീ. ഓക്കെ, സോ ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ടേബിൾ ഫീ. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ഫീ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട കോളംസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫീ എന്ന് പറയുന്ന ടേബിളിൽ ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ നെയിം, അഡ്മിഷൻ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ. സോ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ കോമ, അതുപോലെ കോഴ്സ് എന്ന് പറഞ്ഞ് ഒരു കോളം കൊടുക്കുന്നു. കോഴ്സ് വാർക്കാർ ആയതുകൊണ്ട് വാർക്കാർ കൊടുത്തു. വാർക്കാർ 12. ദെൻ അടുത്തത് എമൗണ്ട് കൊടുക്കുന്നു. എമൗണ്ട് ഇന്റ് ആയതുകൊണ്ട് ഇൻഡിജറിൽ കൊടുക്കും. ഓക്കെ, ഇത്രയും വെച്ചിട്ട് ഒരു ടേബിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിയേറ്റ് ടേബിൾ ഫീ രജിസ്റ്റർ നമ്പർ ഇന്റ് കോഴ്സ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടൊരു ടേബിൾ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഈ ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക എന്നതാണ്. ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ക്വറി എന്താണ് ആദർശ്? ഇൻസേർട്ട് ഇൻറ്റു ഫീ. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കൊടുക്കുക. എനിക്ക് രജിസ്റ്റർ നമ്പർ വേണം. രജിസ്റ്റർ നമ്പർ കോമ കോഴ്സ് ദെൻ എമൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ അത് കൊടുക്കുന്നു. ഓക്കെ, വാല്യൂസ് കൊടുത്തു. ദെൻ ബ്രാക്കറ്റിൽ ഏതൊക്കെ വാല്യൂസ് ആണോ അത് കൊടുക്കാം. ഞാനിപ്പോ 2 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്തു. ദെൻ കോഴ്സ് ആണ്. കോഴ്സ് ഞാനിപ്പോ ഊപ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൊടുത്തു. ദെൻ എമൗണ്ട് 1000 കൊടുത്തു. ഇത് നമ്മുടെ ഫസ്റ്റ് വാല്യൂ. ദെൻ അടുത്ത വാല്യൂ കൊടുക്കുന്നു. 3 എന്ന് പറഞ്ഞ് അടുത്തൊരു രജിസ്റ്റർ നമ്പർ TBMS എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് കൊടുത്തു. ദെൻ 3000. അതുപോലെ തന്നെ അടുത്തൊരു വാല്യൂ കൊടുക്കുന്നു. 1 പൈത്തൺ. ഓക്കെ, 4. ഓക്കെ, അങ്ങനെ ടേബിളിന്റെ ഉള്ളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം.
ഈ രണ്ട് ടേബിൾസ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കണക്ഷൻ കൊടുക്കുന്നതും ഈ രണ്ട് ടേബിൾസ് തമ്മിലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളും ഉണ്ട്, ഫീ എന്ന് പറഞ്ഞ ഒരു ടേബിളും ഉണ്ട്. നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ഫീ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഫീ. ദെൻ അതുപോലെ തന്നെ സ്റ്റുഡന്റും കൂടി ഒരുമിച്ച് കൊടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് ടേബിൾസ് തമ്മിലാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഫീ എന്ന് പറഞ്ഞ ടേബിളും സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളും തമ്മിൽ ഞാനൊരു കണക്ഷൻ ആദ്യം നിങ്ങളോടൊന്ന് പറയാം. അതായത് ഫീ എന്ന് പറഞ്ഞ ടേബിളിലുള്ളത് കോഴ്സിന് ചേർന്ന സ്റ്റുഡൻസ്, ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ് ഫീ എന്ന് പറഞ്ഞ ടേബിളിലുള്ളത്. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ആ സ്റ്റുഡൻസിന്റെ ഫീസ് അടച്ചവരുടെ ലിസ്റ്റ് ആണ് വേറൊരു ടേബിളിൽ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫീസ് അടച്ചവരുടെ ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ മറ്റേ ടേബിൾ കാണുന്നത്. ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേബിൾ. ഫസ്റ്റ് നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിൾ ലെഫ്റ്റ് ആയിരിക്കും, ലെഫ്റ്റ് ടേബിൾ ആയിരിക്കും. അതുപോലെ ഫീ എന്ന് പറഞ്ഞ ടേബിൾ നമ്മുടെ റൈറ്റ് ടേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് ഫസ്റ്റ് ടേബിൾ ആണ് സ്റ്റുഡന്റ്, സെക്കൻഡ് ടേബിൾ എന്താണ്, ഫീ ആണ്. ഇനി ഈ രണ്ട് ടേബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. ഫസ്റ്റ് രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നത്, അതായത് ഇങ്ങനെ മനസ്സിലാക്കുക, ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് എനിക്കൊന്ന് കാണണം. ഓക്കെ, ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാണണം. അപ്പൊ അങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന മെയിൻ ടേബിളിൽ നിന്നും ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാണണം. Okay. അപ്പൊ ഇതിലെല്ലാവരും ഫീസ് അടച്ചിട്ടുണ്ട്, കാര്യം ഇതിലുള്ള റോൾ നമ്പേഴ്സ് എല്ലാവരും അതിലുണ്ട്, രജിസ്റ്റർ നമ്പർ എല്ലാവരും അതിലുണ്ട്. സോ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ എനിക്ക് ഇതിൽ നിന്ന് ഒരു ഫീ എന്ന് പറയുന്ന ടേബിളിൽ എനിക്ക് 4 എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്റർ നമ്പറുള്ള ആളുടെ എല്ലാം കളയണം എന്ന് വിചാരിക്കാം. ആ റോ കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് പറയാ യൂസ് ചെയ്യുന്നത്, പറഞ്ഞേ, പറയൂ. ഫീ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഒരു റോ എനിക്ക് കളയണം, ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് യൂസ് ചെയ്യുന്ന ക്വറി എന്താണ്? ഡിലീറ്റ് ഫ്രം ഫീ വേർ രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു 4. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഫീ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 എന്ന് പറഞ്ഞ റോൾ നമ്പറുള്ള ആള് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്നർ ജോയിൻ ചെയ്യാം. അതായത് ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കാണണം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നവർ നോക്കിയാൽ മതി. അതായത് എനിക്ക് ഈ നമ്മുടെ മെയിൻ സ്റ്റുഡന്റ് ടേബിളിൽ നിന്നും ഫീസ് അടച്ചവരെ കണ്ടുപിടിക്കണം. ഫീ ടേബിൾ നിങ്ങൾ നോക്കണ്ട, അത് വേറൊരു ടേബിളാണ്. പക്ഷേ എന്റെ മെയിൻ ടേബിൾ എന്ന് പറയുന്നത് ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളാണ്. ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ഫീസ് അടച്ച സ്റ്റുഡൻസിനെ എനിക്ക് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നത്. സോ സെലക്ട് ചെയ്യാം എന്തൊക്കെയാണ് എനിക്ക് കാണേണ്ടത്. സ്റ്റുഡന്റ് ഡോട്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ രജിസ്റ്റർ നമ്പർ വേണം. സോ ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുത്തു, കോമ. അതുപോലെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിലെ നെയിം വേണം. സോ നെയിം കൊടുത്തു. അതുപോലെ ഫീ എന്ന് പറഞ്ഞ ടേബിളില് കോഴ്സ് വേണം. സോ കോഴ്സ് എടുത്തു. അതുപോലെ ഫീ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് എമൗണ്ടും വേണം. സോ എമൗണ്ട് എടുത്തു. രണ്ട് ടേബിളിൽ നിന്നും രണ്ട് കോളംസ് വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഫ്രം കൊടുക്കുക, സ്പേസ് ഫസ്റ്റ് ടേബിൾ നെയിം കൊടുക്കുക. ഫസ്റ്റ് ടേബിൾ നെയിം അല്ലെങ്കിൽ ലെഫ്റ്റ് ടേബിൾ നെയിം. ഫസ്റ്റ് ടേബിൾ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. സോ സ്റ്റുഡന്റ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഇന്നർ ജോയിൻ കൊടുക്കുക. ഇന്നർ ജോയിൻ ഫീസ് അടച്ച സ്റ്റുഡൻസിനെയാണ് എനിക്ക് കാണട്ടെ. സോ ഇന്നർ ജോയിൻ ഫീസ് അടച്ചവരുടെ ലിസ്റ്റ് കാണാം. ഇന്നർ ജോയിൻ ഫീ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കണം. ഈ രണ്ട് ടേബിൾസ് തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു ഡേറ്റാബേസിൽ കുറെ ടേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ ടേബിൾസ് ആണോ ഈ ടേബിൾ, നമ്മൾ ഈ ടേബിളും ആ ടേബിളും എല്ലാ ടേബിളും നമ്മൾ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഏതൊക്കെ ടേബിൾസ് ആണെന്നൊന്ന് കണക്ട് ചെയ്യണം. സോ ഞാനിവിടെ ഫീ ടേബിൾ കണക്ട് ചെയ്യാൻ പോവാം. സോ ഓൺ സ്റ്റുഡന്റ് ഓൺ ഫസ്റ്റ് ടേബിൾ ഡോട്ട് ഫസ്റ്റ് ടേബിളിലെ രജിസ്റ്റർ നമ്പറും അതുപോലെ സെക്കൻഡ് ടേബിളിലെ രജിസ്റ്റർ നമ്പറും സെയിം ആണ് ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടി ഓൺ സ്റ്റുഡന്റ് ഡോട്ട് രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു ഫീ ഡോട്ട് രജിസ്റ്റർ നമ്പർ. കണ്ടോ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിലെ രജിസ്റ്റർ നമ്പറും ഫീ എന്ന് പറഞ്ഞ ടേബിളിലെ രജിസ്റ്റർ
നമ്പറും സെയിം ആണെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. മൊത്തം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ 3 പേരുണ്ടായിരുന്നു. 1, 2, 4 എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്പറുള്ള 3 പേരാണുള്ളത്. ഈ 3 പേരിൽ നിന്നും ഫീസ് അടച്ചവര് 2 പേരേ ഉള്ളായിരുന്നു. അതായത് 1, 2 മാത്രമേ ഫീസ് അടച്ചിട്ടുള്ളൂ, 4 ഫീസ് അടച്ചിട്ടില്ല. സോ ഫീസ് അടച്ചവരുടെ ലിസ്റ്റ് മാത്രം നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. കണ്ടോ, അവരടച്ച എമൗണ്ട് കിട്ടി, അവർ ഏത് കോഴ്സിനാണ് അടച്ചതെന്ന് കിട്ടി, അവരുടെ പേരും കിട്ടി, രജിസ്റ്റർ നമ്പറും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ഇന്നർ ജോയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ കണക്ഷൻ പറഞ്ഞ് നിങ്ങൾ പഠിക്കുക, കാണാപ്പാഠം പഠിച്ചു വെക്കരുത്. ഒരു കണക്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് കണക്ട് ചെയ്യുക, എന്നിട്ട് ചെയ്യുക. ഇപ്പൊ കണ്ടോ, 2 ടേബിളിൽ നിന്നും ഒരു സ്റ്റുഡന്റിന് തന്നെ രജിസ്റ്റർ നമ്പറും നെയിമും അത് ചൂസ് ചെയ്ത കോഴ്സും അതിന്റെ ഫീസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ. ഇതുപോലെയാണ് കോളേജിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ചെയ്ത് നോക്കുക. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണോ പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് ടേബിളിൽ നിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഫ്രം സ്റ്റുഡന്റ് ആണ് കൊടുത്തത്. അപ്പൊ സ്റ്റുഡന്റ് ടേബിളിൽ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നർ ജോയിൻ ഫീ. അതായത് സ്റ്റുഡന്റ് ടേബിളിൽ നിന്ന് ഫീ ടേബിളിലുള്ളവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. സോ എന്ത് ചെയ്തു, ഇന്നർ ജോയിൻ ഫീ കൊടുത്തു. എന്നിട്ട് കുറെ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടേബിൾ ആണെന്ന് കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് തന്നെ ഈ 2 ടേബിളിലെ രജിസ്റ്റർ നമ്പർ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതാണ് ഓൺ സ്റ്റുഡന്റ് ഡോട്ട് രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു ഫീ ഡോട്ട് രജിസ്റ്റർ നമ്പർ. ഓക്കെ, ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹലോ. Okay. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആൻഡ് റൈറ്റ് ഔട്ടർ ജോയിൻ ചെയ്യാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടേബിളിലെ അതായത് നമ്മുടെ ഫസ്റ്റ് ടേബിളിലെ എല്ലാ വാല്യൂസ് പ്ലസ് റൈറ്റ് ടേബിളിൽ ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് നൾ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുന്നു. നേരത്തെ കൊടുത്ത പോലെ സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പറും നെയിമും ഫീസിന്റെ കോഴ്സും അതുപോലെ എമൗണ്ടും ആണ് വേണ്ടത്. അത് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം കൊടുക്കുക. സോ ഫ്രം സ്റ്റുഡന്റ് കൊടുത്തു. ദെൻ നമ്മൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ തന്നെ കൊടുക്കുക. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ സെക്കൻഡ് ടേബിൾ നെയിം കൊടുക്കുക. ഫീ എന്ന് കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൽ നിന്നും എന്താണോ ഈക്വൽ ആയിട്ട് വരുന്ന കോളം അത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ആയതുകൊണ്ട് രജിസ്റ്റർ നമ്പർ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് ടേബിളിലെ എല്ലാ ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂസും പ്ലസ് റൈറ്റ് ടേബിളിലെ വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്നവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഷെഹന ഫീസ് അടയ്ക്കാത്തത് കൊണ്ടാണ് കോഴ്സും എമൗണ്ടും ഞങ്ങളില് വന്നത്. കണ്ടോ? ബാക്കി ആരുടെയും ഫീസിലുള്ള വേറെ ആരുടെയും ഡീറ്റെയിൽസ് ഈ ടേബിളിൽ ഇല്ല. കാര്യം എന്താ? ഈക്വൽ ആയിട്ട് വരുന്നവരെ മാത്രമേ ഉള്ളൂ. ഈക്വൽ അല്ലാതെ വന്നവർക്ക് ജസ്റ്റ് നള്ള് വന്നു. ഇങ്ങനെയാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം കൊടുക്കുക. ഫസ്റ്റ് ടേബിൾ നെയിം കൊടുത്തു. ദെൻ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് റൈറ്റ് ഔട്ടർ ജോയിൻ കൊടുക്കാം. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. റൈറ്റ് ഔട്ടർ ജോയിൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രണ്ട് ടേബിളിലും ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണോ അത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ആണ് ഈക്വൽ ആയിട്ട് വന്നത്. നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയില്ല. Okay. Right outer join fee. ആ അത് കൊടുക്കാനായിട്ട് വിട്ടുപോയി. സോറി. സെലക്ട് ചെയ്യുക. ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം കൊടുക്കുക. ദെൻ റൈറ്റ് ഔട്ടർ ജോയിൻ ആണ് കൊടുക്കേണ്ടത്. റൈറ്റ് ഔട്ടർ ജോയിൻ ഫീ. ഓക്കെ. അത് കഴിഞ്ഞ് ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫീ എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ വാല്യൂസും കിട്ടും. പക്ഷെ നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ കേസിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിന്റെ കേസിൽ ഈക്വൽ ആയിട്ട് വരുന്നവരെ കിട്ടും. അല്ലാത്തവർക്ക് ഇതുപോലെ രണ്ടായിരിക്കും വരുന്നത്. കണ്ടോ? ഇതുപോലെ റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആൻഡ് റൈറ്റ് ഔട്ടർ ജോയിൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Okay. ചെയ്ത് നോക്കുക. ആ പറഞ്ഞോളൂ. അത് നള്ള് വന്നത് ഫസ്റ്റ് ടേബിളില് ആ കോഴ്സും എമൗണ്ടും വന്നവരില്ല. അതായത് കോഴ്സ് എമൗണ്ടിന്റെ രജിസ്റ്റർ നമ്പറും ഫസ്റ്റ് ടേബിളിലെ രജിസ്റ്റർ നമ്പറും ഇല്ല. അതായത് കോഴ്സ് ടി ബി എം എസ് എടുത്ത കോഴ്സിന്റെ ആളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് 6 7 ആ ആ രജിസ്റ്റർ നമ്പർ നമ്മുടെ ഫസ്റ്റ് ടേബിളിൽ ഇല്ല. സോ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നള്ള് വന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ടേബിളിലാണ് രജിസ്റ്റർ നമ്പർ നെയിം. സെക്കൻഡ് ടേബിളിലാണ് കോഴ്സും എമൗണ്ടും. സെക്കൻഡ് ടേബിളിൽ രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ?
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളെ യൂട്യൂബില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങൾ അത് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3 ഡേയ്സ് ടൈം തരും അത് ചെയ്യാനായിട്ട്. വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ ടാസ്ക് കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും. സോറി, അടുത്ത ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് നിങ്ങളെ സാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കും എടുക്കുന്നത്. MySQL വരെയുള്ള സെക്ഷനാണ് എനിക്കുള്ളത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം, ഡേറ്റിനെ ഡയറക്റ്റ് ടൈപ്പ് ഡേറ്റിന്റെ ഡേറ്റിന്റെ ഡേറ്റ ടൈപ്പ് ഡേറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ. അപ്പോ ആ, ഡേറ്റ് തന്നെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ഫോർമാറ്റിലാണ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാരക്കാരിലാണ് കൊടുക്കാം. നമസ്തേ. ആ, പറഞ്ഞോളൂ. ഇതില് ആ, അത് ആ, ഇഷ്ടമുള്ളത് എടുക്കാം. അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതൊക്കെ വേണം. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. എന്തെങ്കിലും കൊടുത്തിട്ട് ആ, അതെ. അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസില് പേഷ്യൻസ് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് അവിടെ കാണും. ഓക്കെ, കണക്റ്റഡ് ആണ് ചോദിച്ചത്. അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ക്രിയേറ്റ് ടേബിൾ അപ്പോയിന്റ്മെന്റ്സ് വിത്ത് ഐ ഡി പേഷ്യൻസ്. ഓക്കെ, അത് അതേപോലെ ടേബിൾ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ടേബിള് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കും. ഐ ഡി കൊടുക്കുക, പേഷ്യന്റ് ഐ ഡി, ഡോക്ടർ ഐ ഡി, അപ്പോയിന്റ്മെന്റ് ഡേറ്റ്, സ്റ്റാറ്റസ്.
ജോയിൻ ചെയ്യുമ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിക്കോളും അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിലാണ് ഞാൻ explain ചെയ്യുന്നത്. മിസ് ഇതില് മാർക്ക് ID3 അപ്ഡേറ്റ് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. അത് എത്രാമത്തെ ദിവസമാണ്? അത് 23. അങ്ങനെ ഒരു ഐഡിയ അവിടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ആക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ ആ ഐഡി കൊടുത്താൽ മതി. ഓക്കെ. ഇതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ല ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം, എന്നിട്ട് ഇത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ലാസ്റ്റ് ഡേറ്റ് തേഴ്സ്ഡേ ആണ്, തേഴ്സ്ഡേക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.